CPM ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കില്ല. സുധാകരനെ തള്ളി MV ഗോവിന്ദൻ. ഒരു കാര്യവുമില്ലാതെ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ് സുധാകരൻ. എന്നോ നടന്ന കാര്യം കുത്തിപ്പൊക്കി സ്വന്തമായി മാത്രമല്ല പണി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്, പാർട്ടിയെയും നേതാക്കളെയും പോലും വെട്ടിലാക്കിയിരിക്കുകയാണ് അദ്ദേഹം. സുധാകരന്റെ വാക്കുകൾ വിവാദമാവുകയും കേസാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സുധാകരൻ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. സുധാകരനെ പോലെയുള്ളവർ പ്രസ്താവന നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ജനാധിപത്യം അട്ടിമറിക്കാൻ ഒരിക്കലും CPM ശ്രമിച്ചിട്ടില്ല. ഒരു അട്ടിമറി പ്രവർത്തനത്തിനും CPM അന്നും ഇന്നും നാളെയും ഉണ്ടാകില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേസിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ G സുധാകരനെതിരെ പോലീസ് കേസെടുത്തു. ആലപ്പുഴ സൗത്ത് പോലീസാണ് G സുധാകരനെതിരെ കേസെടുത്തത്. 1989 KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിലാണ് കേസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് IPC ജനപ്രാതിനിധ്യ നിയമങ്ങൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റൽ ബാലറ്റുകളിൽ കൃത്രിമം നടത്തിയെന്ന പ്രസ്താവന G സുധാകരൻ തിരുത്തിയെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ച് തിരുത്തിയെന്നാണ് G സുധാകരൻ പരസ്യമായി പറഞ്ഞത്. വിവാദത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടികളിലേക്ക് നീങ്ങിയതോടെ സുധാകരൻ പ്രസ്താവന തിരുത്തി. വിവാദ പരാമർശം തിരുത്തിയാണ് അമ്പലപ്പുഴ തഹസീൽദാർക്കും മൊഴി നൽകിയത്. എന്നാൽ അപ്പോഴും വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ തെളിവായി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ തുടരുമെന്നാണ് സൂചന. പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ ഇത്തരം രഹസ്യങ്ങൾ പരസ്യമാക്കുന്നത് തെറ്റല്ലേ സുധാകര എന്നാണ് 140 ന്യൂസ് പൊളിറ്റിക്സിന് ചോദിക്കാനുള്ളത്.